മസ്റ്റ് വാച്ച് തമിഴ് സിനിമകൾ പാർട്ട് 11. ഒന്നാമത്തെ സിനിമ 2014 രാജമുരുകൻ ഡയറക്റ്റ് ചെയ്ത കുക്കു. അഭിനയിച്ചിരിക്കുന്നത് ആട്ടക്കഥ ദിനേശ്, മാളവിക നായർ. ഇതൊരു അണ്ടർ റേറ്റഡ് ഫീൽ ഗുഡ് മൂവിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് കണ്ണ് കാണാത്ത ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിനെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഡാർക്ക് ഫിലിം ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റി ആയിരിക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാനിത് കാണാതെ വെച്ചിരുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല കോമഡിയൊക്കെയുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡ് സിനിമകളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമ 2016 അരുൺ പ്രഭു ഡയറക്റ്റ് ചെയ്ത അരുവിയാണ്. അഭിനയിച്ചിരിക്കുന്ന അതിഥി ബാലനാണ്. അതിഥി ബാലൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ചാനലിലേക്ക് ഒരു പെൺകുട്ടി ചെല്ലുന്നതും അവിടെ വെച്ച് നടക്കുന്ന സംഭവങ്ങളും ഡയലോഗുകളിലൂടെ പറയുന്ന ഒരു സിനിമയാണ്. വളരെ സൂപ്പർ മൂവിയാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പല വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ത്രില്ലർ സിനിമയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മൂന്നാമത്തെ സിനിമ 2016 രാജമുരുകൻ ഡയറക്റ്റ് ചെയ്ത ജോക്കർ ആണ്. അഭിനയിച്ചിരിക്കുന്നത് ഗുരു സോമസുന്ദരം, രമ്യ പാണ്ഡ്യനൊക്കെയാണ്. ഇത് 2016 നാഷണൽ അവാർഡ് കിട്ടിയതാണ് ബെസ്റ്റ് തമിഴ് ഫിലിമിനുള്ളത്. ഒരു സൂപ്പർ മൂവിയാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ സ്വയം പ്രഖ്യാപിത പ്രസിഡൻ്റാണെന്നാണ് ഇയാൾ പറയുന്നത്. ഓരോ തെറ്റുകൾക്കെതിരെ സമരങ്ങളൊക്കെ നടത്തുന്ന ഒരാൾ, ഒരു പ്രത്യേകതയുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സറ്റയർ ഡ്രാമ മൂവിയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഒരു സൂപ്പർ മൂവി തന്നെയാണ്.